2020 നല്ലൊരു ജോലി സ്വന്തമാക്കുക എന്ന ലക്ഷ്യമുള്ള എത്ര കൂട്ടുകാരുണ്ട്? അവർക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തേത്. മികച്ച ജോലി സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നവർക്കുള്ള 6 മേജർ ടിപ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഗോൾ സെറ്റിംഗ്, പ്ലാനിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്, വിഷൻ ബോർഡ്, ആക്ഷൻ ഓർ എക്സിക്യൂഷൻ ഓഫ് പ്ലാൻസ്. നിങ്ങളുടെ പ്ലാന് നടപ്പിലാക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് ഗോൾ സെറ്റിംഗ് ആണ്. ഗോൾ സെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ എഴുതുകയാണ്. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം 2020 പുതിയ ജോലി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം: ഞാൻ 2020 എന്റെ പുതിയ ജോലി സ്വന്തമാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ 2020 എന്റെ സ്വപ്ന ജോലി സ്വന്തമാക്കിയിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. ആക്ഷൻ പ്ലാൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്ലാനിംഗ് ആണ്. അതായത് നിങ്ങളുടെ സ്വപ്ന ജോലി എന്ന ഈ ലക്ഷ്യം സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ മാസവും, ഓരോ ആഴ്ചയും, ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് എഴുതി വെക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനുവരിയിൽ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഏതൊക്കെ തൊഴിൽ മേഖലകളിൽ നിങ്ങൾക്ക് തൊഴിൽ സാധ്യതയുണ്ട്, ഏതൊക്കെ കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്, അതിന്റെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കുക. അതാണ് ജനുവരിയിലെ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ. രണ്ടാമതായിട്ട് ഫെബ്രുവരിയിൽ നിങ്ങൾ ആ ജോലി സാധ്യത അനുസരിച്ചുള്ള CV തയ്യാറാക്കി അല്ലെങ്കിൽ ബയോഡേറ്റ തയ്യാറാക്കിയ ശേഷം ആ എടുത്തു വെച്ച ലിസ്റ്റിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ അപേക്ഷകൾ അയച്ചു തുടങ്ങുന്നു. മാർച്ച് പ്രിപ്പറേഷൻ ഫോർ എക്സാമിന് തയ്യാറാകുന്നു. ഏപ്രിലിൽ റിട്ടൺ എക്സാം എഴുതുന്നു. മെയ്യിൽ എക്സാം റിസൾട്ട് വരുന്നു. ജൂണിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ജൂലൈയിൽ ഷോർട്ട് ലിസ്റ്റ് ആവുന്നു. ഓഗസ്റ്റിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ. സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടത്. പിന്നെ ഇങ്ങനെ തയ്യാറാക്കി വെച്ച ഈ പ്ലാൻ ഓരോ മാസവും എടുത്തു നോക്കി ആ പ്ലാനിനനുസരിച്ചുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൂടി ശ്രമിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്ക്രിപ്റ്റിംഗ് ഫോർ ഡ്രീം ജോബ്. സ്ക്രിപ്റ്റിംഗ് ചെയ്യുക, എഴുതുക. നിങ്ങളുടെ ഡ്രീം ജോബിനെ പറ്റി, നിങ്ങളുടെ സ്വപ്ന ജോലിയെ പറ്റി, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തം വാചകത്തിൽ വളരെ വിശദമായി ഒരു നോട്ട്ബുക്കിൽ ഒരു കഥ പോലെ എഴുതുന്നതിനെയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുള്ള ചില ഐഡിയാസ് ഞാൻ തരാം. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ പേരെന്താണ്, പ്രൈവറ്റ് ആണോ ഗവൺമെന്റ് ആണോ, നിങ്ങൾക്ക് എത്ര സാലറി ലഭിക്കുന്നുണ്ട്, നിങ്ങളുടെ ജോലി സമയം എപ്പോഴാണ്, ജോലി സ്ഥലം എവിടെയാണ് തുടങ്ങിയ കാര്യം ഇതെല്ലാം എഴുതേണ്ടത് നിങ്ങളിപ്പോൾ ആ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സന്തോഷം തരുന്ന ഫീലിങ്ങുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ആ സ്ക്രിപ്റ്റിംഗ് എഴുതാൻ. അത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഗുഡ് ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നല്ല ഫീലിംഗോടുകൂടി ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറയുന്നത്. ഇവിടെ ഞാൻ ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. എന്റെ ഈ നല്ല ജോലിക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ എന്റെ തൊഴിലിനെ വളരെ ഇഷ്ടപ്പെടുന്നു. എന്റെ ഈ ജോലി എനിക്ക് വളരെ സന്തോഷവും ഉന്മേഷവും റിലാക്സേഷനും നൽകുന്നു. ഈ ജോലിയിൽ എനിക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതിനാൽ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്റെ ജോലിയിൽ നിന്നും ലഭിക്കുന്ന മികച്ച വരുമാനം എന്നെ കൂടുതൽ സമ്പന്നനാക്കുന്നു. എന്റെ ജോലി സമയം 9 മണി മുതൽ 4 മണി വരെ ആയതിനാൽ എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ കഴിയുന്നു. ഈ രീതിയിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന വാക്കുകളും വാചകങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി. നാലാമത്തെ സ്റ്റെപ്പാണ് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ സ്വപ്ന ജോലി സ്വന്തമാക്കിയതിന്, നിങ്ങളെ സഹായിച്ചതിന് പ്രപഞ്ചശക്തിയോട് അല്ലെങ്കിൽ ദൈവത്തിനോട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുകയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന കുറച്ച് നല്ല അഫർമേഷൻസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഈ വീഡിയോയ്ക്കൊപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗിന് ഉപയോഗിക്കാവുന്ന ഒരു അഫർമേഷനും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ നല്ല ജോലി സ്വന്തമാക്കുവാൻ സഹായിച്ചതിന് നന്ദി. എന്റെ ഈ നല്ല ജോലിക്ക് നന്ദി. അഞ്ചാമത്തെ സ്റ്റെപ്പ് വിഷൻ ബോർഡാണ്. ഒരു ജോലി എന്ന ലക്ഷ്യത്തിന് വേണ്ടി വിഷൻ ബോർഡ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഒരു ബുക്കിനുള്ളിൽ വേണമെങ്കിലും വിഷൻ ബോർഡ് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോയും പിന്നെ നിങ്ങളുടെ പേരും അതിനുള്ളിൽ എഴുതുക. അതിനുശേഷം നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിന്റെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത ശേഷം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇച്ചിരി കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ എടുക്കണം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ വരുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൽ ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം ആ വിഷൻ ബോർഡിനുള്ളിൽ നിങ്ങളുടെ സ്വന്തം കൈയക്ഷരത്തിൽ വളരെ വ്യക്തമായി ഇതുപോലെ അഫർമേഷൻസും എഴുതി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാസം ഇത്രയും
ശമ്പളം ലഭിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജോലി ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ തരുന്ന അഫർമേഷൻസും ആ വിഷൻ ബോർഡിനുള്ളിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വിഷൻ ബോർഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മളുടെ ഒരു സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ. നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തന്നെ തയ്യാറാക്കിയ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിങ്ങളുടെ ഇമെയിലിലേക്ക് നിങ്ങൾ തന്നെ സെൻഡ് ചെയ്ത് അത് പ്രിന്റ് എടുത്ത് ഒരു എൻവലപ്പിലാക്കി അതിന് മുകളിൽ റിസീവ്ഡ് വിത്ത് താങ്ക്സ് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ വിഷൻ ബോർഡിനുള്ളിൽ സൂക്ഷിക്കുക. ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കിയ ആ വിഷൻ ബോർഡിന് മുന്നിൽ ദിവസവും രാവിലെ അല്പസമയവും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അല്പസമയവും നിന്ന് അതിലൊട്ടിച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളും എഴുതി ചേർത്തിരിക്കുന്ന അഫർമേഷനും ഈ അപ്പോയിന്റ്മെന്റ് ലെറ്ററും എല്ലാം എടുത്തു നോക്കിയ ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ ഇപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ സന്തോഷകരമായ ഫീലിംഗിലൂടെ നിങ്ങൾ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം ചെയ്യുക. ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും 2020 നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചേക്കാം. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.